നമുക്ക് അകത്തേക്ക് കടന്ന് ഇലക്ട്രോണുകളിലേക്ക് പോയി നോക്കും, ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയില്ലേ, ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒന്ന് ചലിക്കണമെങ്കിൽ ഊർജ്ജം ഇല്ലാണ്ട് എന്തെങ്കിലും ഇവിടെ ചലിക്കോ? ജസ്റ്റ് തിങ്ക്. ഫാന് കറങ്ങണമെങ്കിൽ ഊർജ്ജം വേണം. വിരൽ അനങ്ങണമെങ്കിൽ നിങ്ങൾ എന്താ ഉപയോഗിച്ചത്? എനർജി അല്ലേ? ഈ ഭൂമിയിൽ ചലനം സാധ്യമാക്കുന്നുണ്ട് ഊർജ്ജം. അതാണ് ഊർജ്ജ തന്ത്രം. ഇപ്പോഴും ഫിസിക്സിന്റെ ഡെഫിനിഷൻ പോലും കറക്റ്റ് ആയിരിക്കും. ജീവിതവും ഫിസിക്സും തമ്മിൽ എന്ത് ബന്ധം എന്ന് വെച്ചാൽ അത് എക്സാമിന് ജോലിക്കാണ്, ജീവിതത്തിൽ സെറ്റിൽഡ് ആവാൻ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അതോടുകൂടി കംപ്ലീറ്റ് കഴിഞ്ഞു പോകും. ജീവിക്കാനുള്ളതാണ് ഫിസിക്സ്, ഉപജീവന മാർഗമല്ല ഫിസിക്സ്, ഉപജീവന മാർഗമല്ല കെമിസ്ട്രി. അപ്പോഴാണ് പഠനം വളരെ അലമ്പായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. ബയോളജി എന്നാൽ ജീവിതമാണ്. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിൽ എന്ന് പറയുമ്പോൾ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്രമല്ല മാത്തമാറ്റിക്സിൽ. നമ്മുടെ ഓരോരുത്തരുടെയും ചലനം മാത്തമാറ്റിക്സ് ആണ്. ഹൃദയത്തിന് ഒരു മാത്സ് ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ നമ്മളൊരു മാത്സ് വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ മാത്സ് റിത്തം അങ്ങ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും. കുട്ടികൾക്ക് ആ മാത്സ് അറിയാത്തതുകൊണ്ട് ആ കാലം തന്നെ വീണു പോകും. ബാലൻസ് ഓൾവേസ് കംസ് ഫ്രം ദ മാത്സ്. ദിസ് ഇസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അപ്പൊ ഇവിടെ മാത്സ് നമുക്ക് അന്യമാണോ? ഫിസിക്സ് നമുക്ക് അന്യമാണോ? ഒന്നും അന്യമല്ല. അപ്പം എല്ലാം നമ്മൾ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ അനുഭവിക്കാൻ നമുക്ക് എന്തിന്റെ അവകാശമുണ്ട്. അതിനാണ് നമ്മൾ ഇവിടെ വന്നത്. അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചെറിയ ഒരു ഫ്രെയിമിലേക്ക് അങ്ങ് ഒതുങ്ങി ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അത്ഭുതങ്ങളും ഒന്നും കാണാൻ പറ്റാത്തത്. അപ്പം ചലനം സംഭവിക്കണമെങ്കിൽ അവിടെ ഊർജ്ജം വേണം. അങ്ങനെയാണെങ്കിൽ ചലന നിയമം നിങ്ങൾ എവിടെ പഠിച്ചത്? ഫിസിക്സിൽ. നമ്മളിലൂടെ തന്നെ ഫിസിക്സും പഠിക്കണേ കണ്ടോ? ഊർജ്ജത്തെ കുറിച്ച് നിങ്ങൾ എവിടെ പഠിച്ചത്? ഫിസിക്സിൽ. ഞാൻ തന്നെ ബയോളജി, ഞാൻ തന്നെ കെമിസ്ട്രി, ഞാൻ തന്നെ ഫിസിക്സ്. വെരി ഗുഡ്.